ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എല്ലാവർക്കും എക്സാം ഒക്കെ ഇങ്ങനെ അടുത്തെത്തിയെന്ന് എനിക്കറിയാം. ഇനിയായാലും കുറച്ച് ദിവസങ്ങളാണ് നമുക്കുള്ളത്. വളരെ ലിമിറ്റഡ് ഡേയ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഡേയ്സിനുള്ളിൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് കുറച്ച് ചാപ്റ്റർ എന്ത് ചെയ്യാൻ പറ്റണം, റിവിഷൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ എന്താണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. What is the common difference of the arithmetic sequence 2 and 3 by 4, 3 and 1 by 2, 4 and 1 by 4, etc. എടാ 2 and 3 by 4 എന്ന് പറയുമ്പോൾ എന്താണത്? അത് 2.75 ഓക്കെ. 3 and 1 by 2 എന്ന് പറയുമ്പോൾ എന്താണ്? 3.5. 4 and 1 by 4 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? 4.25 അല്ലേ? ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്താണ് 3.5 നിന്ന് എന്താണല്ലേ 3.5 നിന്ന് നമുക്ക് ആരെ മൈനസ് ചെയ്യണം? 2 and 3 by 4 മൈനസ് ചെയ്യണം. അതാണ് കോമൺ ഡിഫറൻസ് ഇവിടുത്തെ. അപ്പോൾ 3.5 നിന്ന് 2.25 കുറച്ചാൽ നമുക്ക് ആൻസർ എന്താണ്? 3/4 കിട്ടുക. എന്താണ് 3/4 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3 by 4 എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടുക. പക്ഷേ എല്ലാവർക്കും എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിൽ വരണമെന്ന് ഇല്ല അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് നോർമൽ അങ്ങ് ചെയ്തു നോക്കാം. നോർമലി നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? D = 2 and 3 by 4 നിന്ന് നമ്മൾ എന്ത് ചെയ്യും? 2 and 3 by 4 അല്ല, ഫസ്റ്റ് ടേം എടുക്കില്ല. പകരം വേറെ ഏതെങ്കിലും ഒരു ടേം സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ തൊട്ട് പ്രീവിയസ് ടേം എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഞാൻ ആരെ സെലക്ട് ചെയ്തു? 3 and 1 by 2 എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു അല്ലേ? 3 and 1 by 2 സെലക്ട് ചെയ്തു. അതിന് തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള ടേം ആയിട്ടാണ് 2 and 3 by 4 എന്ത് ചെയ്യുകയാണ്? അതിൽ നിന്ന് മൈനസ് ചെയ്യുകയാണ്. അപ്പം നമുക്കിതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. നമുക്ക് ആദ്യം ഇതിന് എന്താക്കാം? ഒന്ന് ഇംപ്രോപ്പർ ആക്കാം. എങ്ങനെയാണ് ഇംപ്രോപ്പർ ആക്കുക? ആദ്യം 3 × 2 കൂടെ ഇൻറ്റു ചെയ്യും. 3 × 2 എത്രയാണ് മക്കളെ? 6 അല്ലേ? അപ്പോൾ 6 + 2 3 and 1 by 2 ഇത് നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യും? ആദ്യം 3 × 2 3 × 2 എന്താണ്? 3 × 2 6 6 + മുകളിലത്തെ നമ്പർ ന്യൂമറേറ്റർ ആരാണ്? 1 അല്ലേ? അപ്പോൾ 6 + 1 by ഇവിടുത്തെ ഡിനോമിനേറ്റർ 2 ആണ്. അത് തന്നെയാണ് ഇവിടെയും വരിക. അപ്പോൾ 6 + 1 എത്രയാണ്? 7 by 2 എന്നിട്ട് എന്ത് കിട്ടും? 7 by 2 7 by 2 മൈനസ് 2 and 3 by 4 നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യും? 2 and 3 by 4 എങ്ങനെ ചേഞ്ച് ചെയ്യും? 2 and 3 by 4 എങ്ങനെയാണ്? ആദ്യം 2ഉം 4ഉം നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു അല്ലേ? 2 × 4 എത്രയാണ്? 8 8 + മുകളിൽ ന്യൂമറേറ്റർ ആയിട്ടുള്ള 3 നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും അല്ലേ? അപ്പോൾ 8 + 3 by എന്താണ്? 4 8 + 3 എത്രയാണ് മക്കളെ? 11 11 by 4. അപ്പോൾ 7 by 2 മൈനസ് എന്താണ്? 11 by 4. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡിനോമിനേറ്ററിനെ സെയിം ആക്കാം. പക്ഷെ നമുക്ക് ഞാൻ ക്രോസ് ആയിട്ട് ഇൻറ്റു ചെയ്യണം. 7 × 4 7 × 4 എത്രയാണ് മക്കളെ? 28 28 മൈനസ് 2 × 11 എത്രയാണ്? 22 by 2 × 4 എത്രയാണ് മക്കളെ? 8 28 നിന്ന് 22 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും അല്ലേ? 6 by 8. നമുക്കിതിനെ 2നെ 2 വെച്ച് വെട്ടാം. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? ഇവിടെ എത്ര കിട്ടും? 3. താഴെ എത്ര കിട്ടും? 4. സോ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 3 by 4 എന്ന് കിട്ടും. ഇത് എന്താണ്? ഒട്ടും അറിഞ്ഞുകൂടാത്തവർ വേണം മാത്രം എന്ത് ചെയ്യാൻ? ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ. പെട്ടെന്ന് ആ ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യാം? ഫോളോ ചെയ്യാം. സോ ഇതിന് ആൻസർ എന്താണ്? ആൻസർ 3 by 4. ഏതാണ്ട് ആൻസർ ഏതാണ്? 3 by 4. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. √2 √8 √18 √32 നമുക്ക് എന്താണ് വേണ്ടത്? അതിൻ്റെ കോമൺ ഡിഫറൻസ് വേണം. എന്ത് വേണോടാ? കോമൺ ഡിഫറൻസ്. ഇപ്പം ഞാൻ √2 അങ്ങനെ തന്നെ എഴുതി. √2 √8 ഒന്ന് ചേഞ്ച് ചെയ്യാണ്. 8നെ ഞങ്ങളൊന്ന് ഫാക്ടറൈസ് ചെയ്തേ. നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ? 8നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 4 എന്ന് കിട്ടും. 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഗ്രൂപ്പ് ചെയ്യാം. ഈ ഒരു 2 2വിൽ നിന്ന് ഒരു 2വിനെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. സോ √8 നമുക്ക് എങ്ങനെ എഴുതാം? √8 എങ്ങനെ എഴുതാം? 2 2ൽ നിന്ന് ഒരു 2നെ പുറത്തെടുത്തു അല്ലേ? സോ അത് എന്താണ്? 2 ആയി. ഈ ഒരു 2 നമുക്ക് പെയർ ചെയ്യാൻ ഉണ്ടോടെ? ഇവിടെ ഇല്ല. അപ്പോൾ അതിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യും? റൂട്ടിനകത്തിടും. ഓക്കെ, എന്താണ്? പെയർ ചെയ്തു. 2 നമ്മൾ പെയർ ചെയ്തു. എന്താണ്? അവിടെ എത്ര പെയറുണ്ട്? 2ൻ്റെ ഒരു പെയറുണ്ട് അല്ലേ? അതാണ് ഈ ഒരു 2 എന്ന് പറയുന്നത്. അതിനെ എന്താണ്? പുറത്തിട്ടു. അതെന്താണ്? ഇനി പെയർ ചെയ്യാൻ പറ്റാത്ത ഒരു 2വിനെ എന്ത് ചെയ്തു? റൂട്ടിനകത്ത് തന്നെ ഇട്ടു. സോ നമുക്ക് √8 ഇക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ എന്താണ് മക്കളെ? 2 √2. എത്രയാണ്? 2 √2. അതുപോലെ നമുക്ക് അടുത്ത 18 നോക്കാം. √18 നമ്മളൊന്ന് ഫാക്ടറൈസ് ചെയ്ത് എന്ത് കിട്ടും? 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 9നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 3യെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. ഈ 2 3യിൽ നിന്ന് ഒരു 3 നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ √8ൻ്റെ വാല്യൂ എന്താണ്? 3
2ന് പേരുണ്ടോ? ഇല്ല. അത് നമ്മൾ എന്ത് തന്നെ ഇടും? റൂട്ടിനകത്ത് തന്നെ ഇടും. സോ അതെന്താണ് ഉണ്ടാ മക്കളെ? 3√2. ഇത്രയും തന്നെയാണ് ധാരാളം. തൽക്കാലം എന്താണ് ഞാൻ റൂട്ട് 32 ഇവിടെ ഒന്ന് ചെയ്യണം, നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. 38 നമുക്ക് 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ 3ൽ എത്ര ടൈം പോവും? 1 ടൈം. റിമൈൻഡർ 1 ആണ് അല്ലേ? അപ്പോൾ 18ൽ എത്ര ടൈം പോവും? 18ൽ റൂട്ട് 38 അല്ലേ, 32 ആണല്ലേ, സോറി. സോ 3ൽ എത്ര ടൈം പോവും? 1 ടൈം പോവും. റിമൈൻഡർ 1 ആണ്. 12ൽ എത്ര ടൈം പോവും മക്കളെ? 6 ടൈം അല്ലേ? സോ ആൻസർ 16. വീണ്ടും നമുക്കിതിനെ എന്ത് ചെയ്യാം? 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 16ൽ 2 എത്ര ടൈം പോവും? 8 ടൈം. 8ൽ വീണ്ടും 2 എത്ര ടൈം പോവും? 4 ടൈം. 4ൽ 2 വീണ്ടും എത്ര ടൈം പോവും? 2 ടൈം. 2ൽ 2 1 ടൈം. നമുക്ക് പെയർ ചെയ്യാം. 2 2വിൽ നിന്ന് 2നെ പുറത്തിറക്കി. ഇവിടെയും 2 2വിൽ നിന്നാണ് 2നെ പുറത്തിറക്കി. സോ റൂട്ട് 32ൻ്റെ ആൻസർ 2 ഇൻറ്റു 2 ഇൻറ്റു ഒരു 2വിന് പേരില്ല അല്ലേ, അതിനെ മാത്രം നമ്മൾ റൂട്ടിനകത്ത് ഇടും. സോ 2 ഇൻറ്റു 2 4√2. സോ 4√2. നമുക്ക് ഡി അല്ലേ വേണ്ടത്? ഏതെങ്കിലും ഒരു ടൈം എടുക്കാം. നമുക്ക് ഏത് ടൈം എടുക്കാം? ഞാൻ 3√2 എടുക്കുകയാണ്. സോ 3√2 എടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ട് പ്രീവിയസ് ടൈം ഏതാണ്? അതിന് തൊട്ട് പ്രീവിയസ് ടൈം 2√2 അല്ലേ? സോ 3√2 മൈനസ് 2√2. എടാ 3√2വിൽ നിന്ന് 2√2 കുറച്ചാൽ നമുക്ക് ബാക്കി എന്താണ് കിട്ടുക? 1√2, അതായത് √2. അതിൻ്റെ ആൻസർ ഏതാണ്ടാ മക്കളെ? അതിൻ്റെ ആൻസർ എ ആണ് അതിൻ്റെ ആൻസർ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 16th ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് എത്രയാണ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം അല്ലേ? 16th ടേം ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ആ സീക്വൻസ് ഏതാണ്? 5, 12, 19, 26 എക്സെട്ര. ഇവിടെ ഡി എത്രയാണ്? ഡി എന്ന് പറഞ്ഞാൽ 12 എടുത്താൽ 12ന് തൊട്ട് പ്രീവിയസ് നമ്പർ ആരാണ്ട് അവിടെ 5 അല്ലേ? സോ 12 മൈനസ് 5 എത്രയാണ് ആൻസർ? 7. സോ നമുക്ക് ഡി കിട്ടി. ഡി എത്രയെന്ന് അറിയാം? നമുക്കിവിടെ 7 എന്നറിയാം. നമുക്ക് വേണ്ടത് ആരാണ്? 16th ടേം ആണ്. x16 വേണം. ആര് വേണം? x16 വേണം. 16ാമത്തെ ടേം വേണം. വളരെ എളുപ്പമാണ്. നമുക്കിവിടെ x1 അറിയാമല്ലോ. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം. ആരാണത്? x1 ആരാണ്? x1 എന്ന് പറഞ്ഞാൽ ആരാണ്ട് മക്കളെ? 5 ആണ്. ആരാണ്? 5. x1 എന്ന് പറഞ്ഞാൽ ആരാണ്? 5 ആണ്. x1 എന്ന് പറഞ്ഞാൽ 5 ആണ് ആൻസർ. നമുക്ക് വേണ്ടത് x16 ആണ് വേണ്ടത്. സോ നമുക്കതിന് എങ്ങനെ എഴുതാം? x16 = x1 എന്ന് എഴുതാം. ശരിയാവോ? ശരിയാകില്ല. ഒന്നിനേക്കാൾ എത്ര കൂടുമ്പോഴാണ് 16 കിട്ടുക? 1 + 15 അല്ലേ 16. സോ x1 പ്ലസ് എന്ത് ചെയ്താൽ മതി? 15d ചെയ്താൽ മതി. എന്താണ്? x1 + 15d. ഇതിൽ x1ൻ്റെ വാല്യൂ എത്രയുണ്ടാ മക്കളെ? 5 ആണ്. പ്ലസ് 15 ഇൻറ്റു ഡി എത്രയാണ്? ഡി എന്ന് പറഞ്ഞാൽ 7 ആണ്. സോ ആൻസർ എന്താണ്? 5 + 15 ഇൻറ്റു 7. ആൻസർ എത്രയുണ്ടാ മക്കളെ? 105 ആണ്. 105 5 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 110 കിട്ടും. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷനിലുണ്ട്. ഇതാ കിടക്കുന്ന ഓപ്ഷൻ സി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കടാ. 2x - 1, 2x + 1, 5x - 9 ആർ കോൺസിക്യൂട്ടീവ് ടേം ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. വാട്ട് ഈസ് എക്സ്? അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ അടുത്തടുത്തുള്ള 3 ടേമുകളാണ് ഇത്. ആരൊക്കെയാണ്? 2x - 1, 2x + 1, 5x - 9. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ അടുത്തടുത്തുള്ള 3 ടേംസ് ആണ് എ ബി സി. അതാണ്ടാ മക്കളെ? എ ബി സി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നടുക്കുള്ള ബി എന്ന് പറയുന്നത് എയുടെയും സിയുടെയും സം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുക. എയും സിയും കൂടെ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. എന്താണ്? നടുക്കുള്ള ബി എന്ന് പറയുന്ന ആൻസർ എയുടെയും സിയുടെയും സമ്മിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് നമ്മുടെ ടേംസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ടേംസ് 2x - 1 ആണ്. അടുത്തത് 2x + 1 ആണ്. അടുത്തത് 5x - 9 ആണ്. ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ ബി, ഇതാണ് നമ്മുടെ സി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? ബി എന്ന് പറഞ്ഞാൽ ആരാണ്ട മക്കളെ? 2x + 1 ആണ്. ഈ 2x + 1 എന്ന് പറയുന്നത് എ പ്ലസ് സി. എ എന്ന് പറഞ്ഞാൽ ആരാണ്? എ എന്ന് പറഞ്ഞാൽ 2x - 1 പ്ലസ് സി എന്ന് പറഞ്ഞാൽ ആരാണ്ടാ മക്കളെ? 5x - 9. രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഇത് ഇത്രയാണ് എ, ഇത് ഇത്രയും ബി, ഇത്രയും എന്താണ് എ, ഇത്രയും എന്താണ് സി. /2 അതുപോലെ തന്നെ ഉണ്ട്, മാറ്റമൊന്നുമില്ല. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്? ഈ /2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവൂടാ? ഈ /2 ഏത് /2? ഈ /2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. എന്താവും? ഇൻറ്റു ആവും. സോ 2 × 2x + 1 =
ഇവിടെ 2x പ്ലസ് 5x എന്തായിരിക്കും ആൻസർ? 2x പ്ലസ് 5x 7x. നെക്സ്റ്റ് വൺ -1 -9 എത്രയാണ് മക്കളെ ആൻസർ? -10 എന്നുള്ള ആൻസർ കിട്ടും. ഈ ബൈ 2 ഇപ്പുറത്ത് വന്നേ. ഈ 2 നമ്മൾ എന്ത് ചെയ്യണം? ഈ 2x ആയിട്ട് ഇൻറ്റു ചെയ്യണം. ഈ 2നെ 1 നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. ഇപ്പോൾ 2 × 2x എന്താണ് മക്കളെ ആൻസർ? പറഞ്ഞോ 4x. അടുത്ത 2 × 1 എന്താണ്? +2 = 7x - 10. ഒരു കാര്യം ചെയ്യുകയാണ്, ഈ 4xനെ അപ്പുറത്ത് കൊണ്ടുപോകണം. 4xനെ അപ്പുറത്ത് കൊണ്ടുപോകുന്നു, -10നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അതായത് ഈ സൈഡിൽ ഞാൻ അറേഞ്ച് ചെയ്യാൻ പോകുന്ന എല്ലാം നമ്പറും ഈ സൈഡിൽ അറേഞ്ച് ചെയ്യാൻ പോകുന്ന എല്ലാം വാരിയബിൾ ടേംസുമാണ്. സോ എന്താണ് ഇവിടെ നമ്പറായിട്ട് ആരുണ്ട്? 2 അതുപോലെ തന്നെ ഉണ്ട്. ഈ -10 ഇപ്പുറത്തും എന്താവും? +10 ആവും. റൈറ്റ് സൈഡിൽ ആരുണ്ട്? 7x ഉണ്ടല്ലേ. ഈ +4x അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -4x ആവും. അതായത് 7x - 4x എന്നാവും അല്ലേ. സോ അവിടുത്തെ ആൻസർ എന്താണ്? 7x - 4x. 2 + 10 എത്രയാണ് മക്കളെ? 12 ആണ്. 7xൽ നിന്ന് 4x മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3x എന്ന് കിട്ടും. അങ്ങനെയാണ് നമുക്ക് x അല്ലേ വേണ്ടത്. അപ്പോൾ ഇൻറ്റു ചെയ്തിട്ടുള്ള ഈ ഒരു 3 ഇപ്പുറത്തോട്ടും എന്താവും? ഡിവൈഡ് ആവും. സോ x = 12/3. ആൻസർ എന്താണ് മക്കളെ? 4. എക്സിൻ്റെ വാല്യൂ എന്താണ്? 4 ആണ്. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട്. ഡി ആണ് നമ്മുടെ ആൻസർ. എടാ മക്കൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാടാ. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി 20th ടേം ആൻഡ് 15th ടേം? അല്ലേ, 20ാമത്തെ ടേമും 15ാമത്തെ ടേമും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കണം. ഹൂസ് കോമൺ ഡിഫറൻസ് എത്രയാണ് നമ്മളെ? കോമൺ ഡിഫറൻസ് 5 ആണ് അല്ലേ. അതായത് x20 20th ടേമും 15th ടേമും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. S20 - x15 നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എടാ മക്കളെ 20 - 15 എത്രയാണ്? 5 അല്ലേ. സോ ആൻസർ എന്താണ്? 5D. എന്തായിരിക്കും? 5D. ദാറ്റ്സ് ഈക്വൽ ടു 5 × D. നമുക്ക് ഇവിടെ എത്രയെന്ന് അറിയാം? കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? കോമൺ ഡിഫറൻസ് ഇവിടെ 5 അല്ലേ. സോ 5 × 5 ആൻസർ എന്താണ്? 25. ഓപ്ഷനിലുണ്ട്. ദ C ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. എടാ മക്കൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് ദി 16th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 47. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറുകളെല്ലാം അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്താണ് എഴുതി വയ്ക്കുക. x16 എത്രയാണ് ആൻസർ? 47. x16 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 47 ആണ്. വാട്ട് ഈസ് സം ഓഫ് ഫസ്റ്റ് 31st ടേം? അല്ലെങ്കിൽ 31 ടേമിൻ്റെ സം വേണം. S31. നിങ്ങൾ നോക്കുക, 31 എന്ന് പറയുന്നത് എന്താണ്? 31 ഒരു ഓഡ് നമ്പറാണ്. എന്ത് നമ്പറാണ്? ഒരു ഓഡ് നമ്പറാണ് അല്ലേ. 31 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 31നോടൊപ്പം 1 ആഡ് ചെയ്യുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 31 + 1 എത്രയാണ് മക്കളെ? പറഞ്ഞോ 32 അല്ലേ. 32ൻ്റെ പാതി എത്രയാണ് മക്കളെ? 16. അതായത് 31 ടേം എടുക്കുമ്പോൾ അതിൻ്റെ മിഡ് ടേം ആരാണ്? മിഡ് ടേം എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ ഈ മിഡ് ടേം ആയിട്ടുള്ള x16നെ നമ്പർ ഓഫ് ടേംസ് എന്താണ്? നമ്പർ ഓഫ് ടേംസ് 31 ടേംസ് അല്ലേ. 31 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതിന് തുല്യമായിരിക്കും എന്ത്? 31 ടേമിൻ്റെ സമ്മ്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഈവൺ വരുമ്പോൾ വേറെ പ്രത്യേകതയുണ്ട്, ഞാൻ പറയാം. ഒരു പ്രോബ്ലം വരുമ്പോൾ പറയാം. ഇപ്പോൾ എന്താണ് S31 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 31 ടേമിൻ്റെ സം. 31 എന്ന് പറയുന്ന നമ്പർ എന്ത് നമ്പറാണ് മക്കളെ? ഓഡ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓഡ് നമ്പർ 31 എന്ന് പറയുന്ന ഓഡ് നമ്പറിന് എന്തുണ്ട്? ഒരു മിഡ് ടേം ഉണ്ട്. എന്തുണ്ട്? മിഡ് ടേം അല്ലെ, നടുക്കായിട്ട് വരുന്ന ഒരു ടേം ഉണ്ട്. ആ ടേം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ 31ൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ഇവിടെ 32/2. ആൻസർ എത്ര കിട്ടും? 16 കിട്ടും. 16 ആണ് ഇവിടുത്തെ മിഡ് ടേം. അപ്പോൾ മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് ആണ് എന്ത്? ഇവിടുത്തെ സം എന്ന് പറയുന്നത്. അപ്പോൾ മിഡ് ടേം ആരാണ്? മിഡ് ടേം എന്ന് പറഞ്ഞാൽ S16 ആണ്. ഇവിടുത്തെ എത്ര ടേംസ് ഉണ്ട്? 31 ടേംസ് ആണ്. അപ്പോൾ S16 ഇൻറ്റു എന്താണ്? 31 ആണ് ആൻസർ. സോ ഇവിടുത്തെ S16 ആരാണ്? S16 അത് നമുക്കറിയാം 47 അല്ലേ. 47 × 31. ആൻസർ നമുക്ക് കിട്ടുക എന്താണ്? 1457 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ. സോ ഓപ്ഷൻ A ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. If the sum of the 15th and 16th term of an arithmetic sequence is 122, അതായത് 15ാമത്തെ ടേമിൻ്റെയും
16ാമത്തെ ടേമിൻ്റെയും കൂടെ സം എത്രയുണ്ട് മക്കളെ? 122. ദെൻ വാട്ട് ഈസ് ദി സം ഓഫ് ദി ഫസ്റ്റ് 30 ടേംസ്, അല്ലെ 30 ടേമിൻ്റെ സം കണ്ടുപിടിക്കണം. ഇവിടെ എന്താണ് പ്രത്യേകത? 30 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? ഒരു ഈവൺ നമ്പറാണ്, അല്ലെ ഒരു ഇരട്ട സംഖ്യയാണ്, അല്ലെ 30 എന്താണ്ട ഒരു ഈവൺ നമ്പറാണ്, ഒരു ഓഡ് നമ്പർ അല്ല. ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ തൊട്ട് പ്രീവിയസ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെയാണ്. ഇവിടെ എന്താണ് 30 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൺ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സിസ്റ്റമാണ്? പെയർ സിസ്റ്റമാണ്. എന്താണ്ട? പെയർ. 30/2. 30/2 എത്രയാണ്? 30/2 15. ഇവിടെ ആകെ എത്ര പേരുണ്ട്? 15 പേരുണ്ട്. ഏതാണ്ട 15 പേർ. ഏതൊക്കെയാണ്? ഞാൻ കുറച്ചൊന്ന് പരിചയപ്പെടുത്തി തരാം, അത് ഏതൊക്കെ പേരാണെന്ന് പരിചയപ്പെടുത്തി തരാം. 15 എടുത്തു കഴിഞ്ഞാൽ 15 നിങ്ങൾ ഒന്നുകൂടെ കൂട്ടുക. എന്താണ്? 16. അപ്പോൾ 15. ഇനി 15 എന്ത് ചെയ്യും? കുറഞ്ഞു വരും. 16 കൂടി പോകും. 14 ഇവിടെ 17. അതൊരു പേരാണ്. അടുത്തത് ഇവിടെ ഒന്ന് കുറയും. 13. 18 എന്താണ്? ഒരു പേർ. അതുപോലെ അടുത്തത് 12, 19, 11, 20. അങ്ങനെ ഇത് പോയി ഏതുവരെ പോവും? ഇത് 1, ഇത് ഏതുവരെ പോവും? 30 വരെ പോവും. ഓക്കെ. ഇവിടെ ടോട്ടൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ എത്ര പേരുണ്ട്? 15 പേരുണ്ട്. എത്ര പേരുണ്ടോ മക്കളെ? 15 പേർ. അപ്പം നമ്മളിവിടെ ചെയ്യുന്ന ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ S30 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സം ഓഫ് പെയർ ആണ്. എന്താണ്? സം ഓഫ് എ പെയർ. ഒരു പെയറിൻ്റെ സമ്മിനെ, ഇപ്പോൾ ഒരു പെയർ എന്താണ്? 15ഉം 16 ആണെങ്കിൽ എന്താണ്? S15 + S16 ഇവിടെ തന്നിട്ടുണ്ടേ, നമുക്ക് അതിലോട്ട് വരാം. അപ്പം സം ഓഫ് എ പെയർ ഇൻറ്റു എന്താണ്? നമ്പർ ഓഫ് പെയർ. ഇവിടെ നോക്കിയോ, ഇവിടെ എന്താണ്? സം ഓഫ് എ പെയർ. ഇവിടെ എന്താണ്? 15ഉം 16 ഒരു പെയർ ആണല്ലോ. ആ X15 + S16 എത്ര എന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ? 122 എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ അതാണ് ഇവിടെ എന്താണ് നമുക്ക് എഴുതേണ്ടത്? X15 + X16 ഇവിടെ പറയുന്നുണ്ട് എത്രയാണെന്ന്. അതിനെ നമ്പർ ഓഫ് പെയർ. ഇവിടെ ആകെ എത്ര പേരുണ്ടാ മക്കളെ? ആകെ 15 പേരുണ്ടാവും. അപ്പോൾ X15 + S16 എത്രയാണ്? കൂട്ടുമ്പോൾ എത്രയാണ് ആൻസർ? 122. എത്രയാണ്? 122 × 15 ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 1830 എന്ന് പറഞ്ഞ ആൻസർ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദി 10th ടേം ഫ്രം ദി ലാസ്റ്റ് ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്? 1, 5, 9, 13 അപ് ടു എക്സെട്ര ഏതാണ്? 201 വരെയാണ്. അതായത് നമ്മുടെ സീക്വൻസ് 1, 5, 9, 13 അങ്ങനെ പോയി ഏതുവരെ പോവുകയാണ്? 201 വരെ പോവുകയാണ്. നമുക്ക് വേണ്ടത് ലാസ്റ്റ് നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ 10ാമത്തെ ടേമാണ് വേണ്ടത്. ഓക്കെ. നമ്മൾ സാധാരണ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണല്ലേ 10ാമത്തെ ടേം കണ്ടുപിടിക്കാറുള്ളത് എപ്പോഴും. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റിൽ നിന്ന് 10ാമത്തെ ടേം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി 10th ടേം? 10ാമത്തെ ടേം നമുക്കൊക്കെ വേണം. എവിടെ നിന്നാണ്? ഫ്രം ദി ലാസ്റ്റ് ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ലാസ്റ്റ് നിന്ന് ഇങ്ങോട്ടത്തേക്കുള്ളതിൽ എന്താണ്? 10ാമത്തെ ടേം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ സീക്വൻസിന് നേരെ അങ്ങ് തലയിരിച്ച് എഴുതുക. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ആര് വരും? ഫസ്റ്റ് ടേം 201 അല്ലേ. അങ്ങനെ പോയി ലാസ്റ്റ് അടുത്തത് 13, 9, 5, 1 ഇത്ര എഴുതുക. ഇതിൽ ഡി എത്രയാണ്? ഡി ഈക്വൽ ടു നമുക്ക് എന്താണ്? 5 ൽ 9 കുറയ്ക്കാം. 5 എടുത്താൽ അതിന് തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള 9 കുറയ്ക്കുക. 5 ൽ 9 കുറച്ചാൽ നമുക്ക് ആൻസർ എന്താണ് മക്കളെ? -4. എത്രയാണ്? -4 ആണല്ലോ. നമുക്ക് 10ാമത്തെ ടേമല്ലേ വേണ്ടത്. അപ്പോൾ S10 ഈക്വൽ ടു എന്താണ്? X1 + 9D ചെയ്താൽ പോരെ. 1ാമത്തെ ടേമിൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ 1 + 9 10 അല്ലേ. സോ S10 ഈക്വൽ ടു എന്താണ്? X1 + 9D. X1 എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? 201 ആരാണ് ഇവിടത്തെ ഈ സീക്വൻസിൽ ആരാണ്? F എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലെങ്കിൽ X1 ഫസ്റ്റ് ടേം ആരാണ്? 201 പ്ലസ് 9 × D എന്ന് പറഞ്ഞാൽ -4. സോ ആൻസർ 201. 9 × -4 എത്രയാണ്? -36 അല്ലേ. സോ 201 -36 ആൻസർ എത്രയാണ് മക്കളെ? 165. എത്രയാണ്? 165. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദി സം ഓഫ് ടേംസ് ഫ്രം 4th to 10th ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 84 അല്ലേ. 4 മുതൽ 10 വരെയുള്ള ടൈമിൻ്റെ സം അല്ലേ. ഇപ്പോൾ S4 + X5 + X6 + X7 + X8 + X9 + X10 എത്രയാണ് ആൻസർ? 84 അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കണം? 7th ടേം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എന്താണ്ട 7th ടേം. ഇവിടെ നോക്കി, ഇവിടെ ആകെ എത്ര ടേം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. എത്ര ടേം ഉണ്ടാ? 7 ടേം ഉണ്ട്. എത്ര ടേം ഉണ്ട്? 7 ടേം.
ഈ 7 എന്ന് പറയുന്ന നമ്പർ ഓഡാണോ ഈവൺ ആണോ? 7 എന്ന് പറയുന്ന നമ്പർ എന്താണ്? ഒരു ഓഡ് നമ്പറാണ്. എന്താണ്ടാ? ഓഡ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ 7 ഒരു ഓഡാണെങ്കിൽ 7ന്റെ എന്താണ്? 7ന്റെ മിഡ് ടേം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 7 + 1/2. 7 + 1 എത്രയാണ്ടാ? 8. 8/2 ചെയ്യണം അല്ലേ? 8/2 എത്രയാണ്? അപ്പോൾ നമ്മുടെ ഇവിടെ 7 എന്ന് പറയുന്നത് എന്താണ്ടാ? 7 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓഡ് നമ്പറാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുത്തെ മിഡ് ടേം കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഇത്രയും ടേം എന്ന് പറഞ്ഞാൽ 7 ടേമുകളുണ്ടല്ലേ? അപ്പോൾ 7 ടേം ഉണ്ടെങ്കിൽ ഇതിന് എന്തുണ്ട്? ഒരു മിഡ് ടേം ഉണ്ട്. അപ്പോൾ 7ന്റെ മിഡ് ടേം എന്താണ്? 7ൻ്റെ നമ്മൾ 1 കൂട്ടും അല്ലേ? 7 + 1/2. 8/2 എത്രയുണ്ട് മക്കളെ? 4. 4ാമത്തെയാണ് നമ്മുടെ മിഡ് ടേം. ആരാണ് നമ്മളെ മിഡ് ടേം? നമുക്ക് നോക്കാം. 1, 2, 3, 4. അപ്പോൾ ആരാണ് നമ്മളെ മിഡ് ടേം? ആരാണ്? x7. ആരാണ്ട? x7 ആണ് നമ്മുടെ മിഡ് ടേം. x7 മിഡ് ടേം. സോ ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഒരു ആൻസർ നമുക്ക് എഴുതാൻ പറ്റും. എന്താണ് ആൻസർ? 7 ടേമിൻ്റെ സം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇവിടുത്തെ മിഡ് ടേം ആരാണ് മിഡ് ടേം? ഇവിടുത്തെ മിഡ് ടേം x7 ആണ്. അപ്പോൾ x7 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇവിടെ ആകെ എത്ര ടേംസ് ഉണ്ട്? 7 ടേംസ് ഉണ്ട്. അതിൻ്റെ സം നമുക്ക് എത്ര എന്നറിയാം? 84 എന്നറിയാം. അപ്പോൾ ഇൻറ്റു ചെയ്ത് 7 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും അല്ലേ? അപ്പോൾ 84/7 എത്രയാണ് ആൻസർ? 12. എത്രയാണ്ടാ? 12. അപ്പോൾ എന്താണ് നമ്മുടെ 7th ടേം നമുക്ക് എത്ര എന്ന് കിട്ടി? 12 എന്ന് കിട്ടി. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി സം ഓഫ് 6th ടേം ആൻഡ് 8th ടേം? എന്താണ് 6th ടേം എന്ന് പറഞ്ഞാൽ x6. 6th ടേമിൻ്റെയും 8th ടേമിൻ്റെയും സം വേണം. നിങ്ങളിവിടെ നോക്കിക്കേ, 6th ടേമും 8th ടേമും ആണല്ലേ? ഇതാണ് 6th ടേമും 8th ടേമും ആണ്. നടുക്കായിട്ട് പറഞ്ഞ ആരാണ്? x7 ആണ്. അപ്പോൾ എന്താണ് നമുക്ക് ഇത്രയും ഉറപ്പിക്കാം. എന്താണ് മിഡ് ടേമിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ്? നിങ്ങളിത് പ്രത്യേകമായി ഓർത്ത് വെച്ചേക്കുക. നമുക്കൊരു മിഡ് ടേം ഉണ്ടെന്ന് വിചാരിച്ചോ. മിഡ് ടേമിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് മാറി നിൽക്കുന്ന 2 ടേംസ്. എന്താണ് ഈക്വൽ ഡിസ്റ്റൻസ് മാറി നിൽക്കുന്ന 2 ടേംസ് എന്ന് വിചാരിച്ചു. ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്. ഈ 2 ടേമിൻ്റെയും സം എന്ന് പറഞ്ഞു, ഈ 2 ടേമിൻ്റെയും സം എന്ന് പറയുന്നത് എന്തായിരിക്കും? മിഡിൽ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും. എന്തായിരിക്കും? മിഡിൽ ടേമിൻ്റെ എന്തായിരിക്കും? മിഡിൽ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും. സോ ഇവിടുത്തെ മിഡിൽ ടേം ആരാണ്? ഇവിടുത്തെ മിഡിൽ ടേം x7 അല്ലേ? ഈ x7ൻ്റെ ഡബിൾ ആയിരിക്കും എന്ത്? ഈ പറയുന്ന x6ൻ്റെയും x8ൻ്റെയും സം. എന്നാൽ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ വരികയാണെന്ന് വിചാരിച്ചോ. x5 + x9 ആണ് ചോദിച്ചിരുന്നെങ്കിലോ? അപ്പോഴും എന്ത് തന്നെയാണ്? മിഡ് ടേം ആര് തന്നെയാണ്? x7 തന്നെയാണ്. അപ്പോഴും എന്ത് തന്നെയാണ് ആൻസർ? 2 × x7 തന്നെയാണ്, അല്ലെങ്കിൽ x7 × 2 തന്നെയാണ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ് നമുക്ക്? ഇതിൻ്റെ ആൻസർ x7 നമുക്കറിയാം, 12 എന്നറിയാം. 12 × 2 എത്രയാണ് ആൻസർ? 24 എന്നുള്ളതാണ് ആൻസർ. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് തീരുകയാണ്. നിങ്ങൾ മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക? അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.